ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ആമിനയുടെ മെഹന്തിയാണ് കേട്ടോ. ഇന്നാണ് ആമിനക്ക് മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ എല്ലാവരും സാരി ഉടുത്തു. ഈ സാരി കണ്ടോ, ഇത് ഉമ്മയുടെ 25 വർഷം പഴക്കമുള്ള സാരിയാണ്. എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ബട്ട് അനിയത്തിയുടെ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ സാരിയൊക്കെ ഞങ്ങൾ തന്നെയാണ് ഉടുത്തത്. അങ്ങനെ ഞങ്ങൾ അവളെ റെഡിയാക്കിയിട്ട് ഉമ്മച്ചിയെ കാണിക്കാൻ പോയി കേട്ടോ. ഉമ്മായും വാപ്പച്ചിയൊക്കെ കാണിക്കാൻ പോയി. അപ്പോൾ ഉമ്മച്ചി കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാര്യം 25 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മച്ചിയുടെ കല്യാണത്തിന് ഉടുത്ത സാരിയാണ് കേട്ടോ പിന്നെ ആമിനെ എടുത്തത്. പിന്നെ ഞങ്ങൾ കല്യാണ ചെക്കനെ വിളിച്ചേട്ടോ അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ചു, കണ്ടു. ഇത്തായി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്തായും കണ്ടു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ആമിനെ ഒരുങ്ങിയത്. പിന്നെ അവരെ കോൾ ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ പോയി റെഡിയായി. ഞങ്ങളൊക്കെ പോയി റെഡിയാകുന്ന സമയത്ത് ആമിനയുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെഹന്തി ഇടാനുള്ളൊരു ചടങ്ങിലോട്ട് പോയ കേട്ടോ. അപ്പോൾ മെഹന്തി ഇടാൻ പുറത്തുനിന്നൊന്നും ആരുമില്ല, സിസ്റ്റേഴ്സ് തന്നെയാണ് ഇട്ടത്. കുറച്ചിട്ടപ്പോൾ തന്നെ ആമിന് ടയേർഡ് ആയിട്ടോ. കാര്യം ഇങ്ങനെ റെഡി ആയിട്ട് ഇരുന്നിട്ട് പിന്നെ മെഹന്തി ഇടുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് മെഹന്തിയൊക്കെ ഇട്ടു. ഇത് എൻ്റെ മൂത്തുമ്മയുടെ മൂക്കിട്ട മെഹന്തിയാണ്. പിന്നെ ഞാൻ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഞാനൊരു വൈൻ കളർ സാരിയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 hours എടുത്തായിരുന്നു കേട്ടോ ബ്രൈഡിന് മാത്രം മെഹന്തി ഇടാൻ വേണ്ടി. മെഹന്തിയുടെ റിഫറൻസ് ഒക്കെ ആമിനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി അവളുടെ കുറച്ച് ഡിസൈൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ. കുഞ്ഞനീത്തിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസിന്റെ ടൈമിലൊക്കെ ഞങ്ങൾ നല്ലപോലെ കളിച്ചിട്ട് ഫൈനൽ പ്രാക്ടീസിന് ഞങ്ങൾ കളിച്ചപ്പോൾ ഒരുപാട് തെറ്റിയായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ കോൺഫിഡൻസ് ഒക്കെ ഡ്രെയിൻ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ വന്നു. പിന്നെ അവരും കുറച്ച് മൈലാഞ്ചി ഇടാനൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്.